ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ വചന സന്ദേശം പ്രത്യേകമായി തരുന്ന സാമ്പത്തികമായ മേഖലയിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ, കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, എന്ത് ചെയ്താലും സാമ്പത്തികമായി പുരോഗതിയില്ല, ജപ്തി നോട്ടീസുകൾ, സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥ, വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു, സമ്പാദിച്ച് കയ്യിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഇന്നത്തെ തിരുവചന സന്ദേശത്തെ പങ്കെടുത്ത് നീ പ്രാർത്ഥിച്ചോ. സാമ്പത്തികമായ മേഖലകളിൽ ബ്ലോക്ക് അനുഭവിക്കുന്ന ഓരോ മക്കളുടെ കണ്ണുനീര് ഇന്ന് കർത്താവ് കേൾക്കാൻ പോയി. ഓരോ മക്കളും അനുതാപ ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് നിന്റെ കണ്ണുനീരിന് അവിടുന്ന് ഉത്തരം തരിക തന്നെ ചെയ്യും. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാം. സ്വരമുയർത്തി ഹല്ലേലൂയാം. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കാലടച്ചന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ രാവിലെ 8:30 മുതൽ ഇന്ന് 4:30 മണി വരെ അവിടെ ഓരോ വ്യക്തികളെ കാണുന്നതിന് വേണ്ടി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇതിനുശേഷം അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന സമയത്ത് അച്ഛൻ വലിയ വിഷമത്തോടുകൂടെ എന്നോട് പറയുക, വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന മക്കളാ, വലിയ കടബാധയിലൂടെ കടന്നു പോകുന്ന മക്കളാ. അതിന്റെ ഭാരവും പേറിക്കൊണ്ട് അച്ഛൻ ഇന്ന് ദിവ്യകാരുണ്യ സൗഖ്യാരാധനയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കുടുംബത്തിൽ സാമ്പത്തികമായ മേഖലയിൽ ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒന്നാമത്തെ കാര്യം ഇതാണ്: ദൈവത്തിന് നിരക്കാത്ത പണം എന്റെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേ? ദൈവത്തിന് നിരക്കാത്ത പണം എന്റെ കുടുംബത്തിൽ വന്നിട്ടുണ്ടോ? നമ്മൾ ഓർക്കണം, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ ഏതെങ്കിലും രീതിയിൽ സമ്പത്ത് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ സാമ്പത്തികമായ മേഖലയിൽ ഞെരുക്കമുണ്ടാവും, ബ്ലോക്കുകൾ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ്: ദൈവത്തെ മറന്ന് പണത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം എന്താ? ദൈവത്തെ മറന്ന് പണത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ? ദൈവത്തെ മറന്ന് പണത്തിന്റെ പിന്നാലെ നീ പോയിട്ടുണ്ടോ? ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും, പണമേ ശരണം, പണമേ ശരണം. ഇതാ ദൈവത്തെ മറന്നുകൊണ്ട് പണത്തിന്റെ പിന്നാലെ പോയിരിക്കുന്നു. ഞാൻ കാണുക, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വിദേശങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്നവർ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, കാനഡ ആയിക്കൊള്ളട്ടെ, ഇതുപോലുള്ള രാജ്യങ്ങളിൽ കുടിയേറിയിരിക്കുന്ന വ്യക്തികൾ ആ സ്ഥലങ്ങളൊക്കെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവരൊക്കെ എന്നോട് പറയുന്ന ഒരു സങ്കടമുണ്ട്. അച്ഛാ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് 40 വർഷമായി, 35 വർഷമായി അച്ഛാ, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുക. ഇന്ന് ഞങ്ങൾക്ക് കണ്ണുനീരും വിലാപവും മാത്രമേ ഉള്ളൂ. എന്താണ് കാര്യം? അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ അമേരിക്കയിൽ വന്നു, ഇതാ മണിക്കൂറിന് ജോലിക്ക് ഞങ്ങൾക്ക് സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇതാ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഇങ്ങനെ പണം കിട്ടിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഈ വ്യക്തികൾ എന്താ ചെയ്തതെന്നറിയോ? ഒരു ജോലിയുണ്ട് മര്യാദയ്ക്ക്, അതിനുശേഷം അടുത്ത ജോലിയുടെ പിന്നാലെ പോയിരിക്കുന്നു, അവിടുന്ന് അടുത്ത ജോലിയുടെ പിന്നാലെ പോയിരിക്കുന്നു, 1, 2, 3 ജോലികളുടെ പിന്നാലെ പോയി വലിയ വീട് വാങ്ങി, വലിയ കാറ് വാങ്ങി, വലിയ സമ്പത്തൊക്കെ നേടിയെടുത്തു. പക്ഷേ ഇന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ടല്ലോ, അവർ കണ്ണീര് പൊഴിക്കുക. കാരണം മക്കൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. ഇന്ന് ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പണത്തിന്റെ പിന്നാലെ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തികമായ മേഖലയിൽ നിനക്ക് ബ്ലോക്ക് ഉണ്ടാവും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, ഹല്ലേലൂയാം. മൂന്നാമതായി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ദൈവിക കാര്യങ്ങളെ മറന്നുകൊണ്ട് പണത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ? ദൈവിക കാര്യങ്ങളെ മറന്നുകൊണ്ട് പണത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ? മൂന്നാമത്തെ കാര്യം എന്താ? ദൈവിക കാര്യങ്ങളെ മറന്ന് പണത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ? നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരെയും ജീവിത സാഹചര്യങ്ങൾ, ഞായറാഴ്ച കടമുള്ള ദിവസം, അങ്ങനെ ഇരിക്കുമ്പോൾ ജോലി, ഈ സാപത്താചരിക്കുന്നതിന് പകരം ഓടിയിരിക്കുക പണത്തിന് പിന്നാലെ. കൂദാശ ജീവിതമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, സാപത്താചരിക്കാതെ, കുടുംബ പ്രാർത്ഥനയില്ലാതെ ഇങ്ങനെ നെട്ടോട്ടമോടുക. ദൈവിക കാര്യങ്ങൾ മറന്നുകൊണ്ട് പണത്തിന്റെ പിന്നാലെ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ തീർച്ചയായും സാമ്പത്തികമായ മേഖലയിൽ ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഓരോ വ്യക്തികളും തിരിച്ചറിയണം. എങ്കിൽ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. എന്റെ കുടുംബത്തിൽ ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ, നീതിരഹിതമായ രീതിയിൽ സമ്പത്ത് കടന്നു വന്നിട്ടുണ്ടോ?
2, ദൈവത്തെ മറന്നുകൊണ്ട് ഞാൻ സമ്പത്തിന് പിന്നാലെ പോയിട്ടുണ്ടോ? 3, ദൈവിക കാര്യങ്ങളെ മറന്നുകൊണ്ട് ഞാൻ സമ്പത്തിന് പിന്നാലെ പോയിട്ടുണ്ടോ? എന്നാൽ ഇങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. തലമുറയിലേക്ക് ഒടുകേണ്ട ദൈവത്തിന്റെ അഭിഷേകവും കൃപയും അവിടെ ബ്ലോക്കായി പോകും. അതുകൊണ്ട് ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചനം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം നമ്മളോട് പറയുകയാണ്, ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല, ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഓരോ മക്കളുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് തിരുവചനം വെളിപ്പെടുത്തി തരികയാണ്. 4 സ്ഥലങ്ങളിൽ നിന്ന് ഓരോ വ്യക്തികളും ഓടിയകലണം. ബൈബിൾ നമുക്ക് കാണിച്ചു തരിക 4 സ്ഥലങ്ങൾ നീ അവിടെ നിന്ന് ഓടിയകലാനാണ് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. ബൈബിൾ ഓടിയകലാൻ പറയുന്ന 4 കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ വചനത്തിൽ കാണാൻ പോവുകയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 18-ാം തിരുവചനം. 1 കൊരിന്ത്യസ് 6:18. വ്യഭിചാരത്തിൽ നിന്നും ഓടിയകലുവിൻ. കണ്ടോ പ്രിയരുടെ, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. കർത്താവ് പറയുക, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. ഓടിയകലേണ്ട ഒരു മേഖലയാണ് വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. രണ്ടാമത് നമുക്ക് ബൈബിൾ പറഞ്ഞു തരിക ഓടിയകലിന്റെ മേഖല. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 22-ാം തിരുവചനം. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്നും ഓടിയകലുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് നമ്മളോട് പറയാ ഓടിയകലിന്റെ രണ്ടാമത്തെ മേഖല വചനം പറഞ്ഞു തരുന്നത് എന്താ? യുവസഹജമായ മോഹങ്ങളിൽ നിന്ന്. അപ്പൊ ഞാൻ ഈ ബൈബിളിനെ ഇതിന്റെ എന്താണ് ഇതിന്റെ യുവസഹജമായ മോഹങ്ങൾ അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് സഭാപിതാക്കന്മാർ നൽകുന്ന ദർശനം ഇങ്ങനെയാണ്: ലസ്റ്റ്, പ്രൈഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ യുവസഹജമായ കാര്യങ്ങളിൽ നിന്ന് ഓടിയകലുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുക. മൂന്നാമതായി നമുക്ക് ഓടിയകലാൻ പറഞ്ഞിരിക്കുന്ന മേഖലയാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 14-ാം തിരുവചനം. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്നും ഓടിയകലുവിൻ. എങ്ങനെ പറയും? വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിൻ. ഉറക്കെന്ന് പറഞ്ഞേ, ഓടിയകലുവിൻ, ഓടിയകലുവിൻ. ബൈബിൾ നമുക്ക് പറഞ്ഞു തരിക ഓടിയകലാൻ. വിഗ്രഹാരാധന, 1-ാം പ്രമാണ ലംഘനങ്ങളുടെ മേഖലകൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിന്ന് ഓടിയകലാനാണ് പറയുന്നത്. പതുക്കെ നടക്കാനല്ല, തിരിഞ്ഞു നോക്കി അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പോകാനല്ല പറയും. ഇതങ്ങോട്ട് വരുന്നുണ്ടോ ആ മേഖല ഓടിയകലാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ബൈബിൾ നമുക്ക് പറഞ്ഞു തരിക ഓടിയകലന്റെ മേഖല. തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം തിരുവചനം. തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം തിരുവചനം. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാലാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ധനമോഹത്തിൽ നിന്നും നീ ഓടിയകലുവിൻ. ധനമോഹം മൂലം എന്താ സംഭവിച്ചിരിക്കുന്ന വചനം എന്താ പറയുന്നത്? ഒട്ടേറെ പേർ തങ്ങളെ തന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളെ തന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത എന്താ പറയുന്നേ? വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാനും, വിശ്വാസ ജീവിതത്തിൽ വ്യതിചലിച്ചു പോകാനും ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദൈവ പൈതലിനും ഇങ്ങനൊരു ചിന്തയുണ്ടാവണം. ഇന്ന് സാമ്പത്തികമായ മേഖലകളിൽ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ സാമ്പത്തികമായ മേഖലകളിൽ ഇതുപോലത്തെ ഞെരുക്കങ്ങൾക്ക് കാരണമായിരിക്കുന്നത് എന്താണ്? കർത്താവ് 4 മേഖലയിൽ നിന്ന് ഓടിയകലാൻ പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുവിൻ, വീണ്ടും പറയാ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിൻ. അടുത്താണ് ധനമോഹത്തിൽ നിന്നും ഓടിയകലുവിൻ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പണമേ ശരണം, പണമേ ശരണം. ഈ പണത്തിന്റെ പിന്നാലെയുള്ള നെട്ടോട്ടം കാരണം എത്രയോ കുടുംബങ്ങളിലേക്ക് അന്വർത്ഥങ്ങൾ കടന്നു വന്നിരിക്കുന്നത്, എത്രയോ കുടുംബങ്ങളിലേക്ക് ദുരിതവും അതുപോലെ തന്നെ കെണിയും വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ കണ്ടു. വിശ്വാസത്തോടുകൂടി നമ്മൾ കണ്ടു. ധനമോഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്.
ഒരുപാട് കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കുടുംബത്തിൽ ദുരിതങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നാൽ തമ്പുരാൻ കർത്താവ് സമ്പത്തിന് എതിരാണോ? ഒരിക്കലുമല്ല മക്കളെ. തമ്പുരാൻ കർത്താവ് സമ്പത്തിന് എതിരല്ല. എല്ലാ സമ്പത്തിന്റെ ഉറവിടമാണ് തമ്പുരാൻ കർത്താവ്. എങ്കിൽ ദിവ്യകാരുണ്യ സൗഖ്യാരാധനയിൽ ഇന്ന് നിലവിളിക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് എന്നെ തിരിഞ്ഞു നോക്കണം. സാമ്പത്തികമായ ഞെരുക്കങ്ങളും കടബാധ്യതകളും അതുപോലെ തന്നെ സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥയും എത്ര സമ്പാദിച്ചാലും അത് നിൽക്കാത്ത അവസ്ഥകളൊക്കെ ചില കുടുംബങ്ങളിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തു ചെയ്യും എന്ന് നീ ചിന്തിക്കുന്നുണ്ട്. നീ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട കാനഡച്ച നമ്മളോട് പറയുകയുണ്ടായി, ആരാധന നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പാപത്തിന്റെ വഴികൾ വിട്ടുപേക്ഷിച്ചുകൊണ്ട് നീ ദൈവത്തെ ആരാധിച്ചാൽ മാത്രമേ നിന്റെ ആരാധനയുണ്ടല്ലോ ദൈവത്തിന് സ്വീകാര്യമായ ആരാധനയായി തീരുള്ളൂ. ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. പാപത്തിന്റെ വഴി ഇസ്രായേൽക്കാരെ ഈജിപ്തിലേക്ക് എന്റെ ജനത്തെ ആരാധിക്കുവാനായി വിട്ടയക്കുക, മരുഭൂമിയിലേക്ക് വിട്ടയക്കുക. ഈ മോശ വന്ന് ഫറവോനോട് പറയുക. ആ സമയത്ത് ഫറവോ പറയുന്നുണ്ട്, എന്താ പ്രശ്നം? ഇവിടെ ഞാൻ ആരാധിക്കാൻ സ്ഥലം കൊടുക്കാം. ഈജിപ്തിലെ ഇവിടെ ഞാൻ അവർക്ക് എന്തൊക്കെ പള്ളി പണിത് കൊടുക്കണം, പള്ളി പണിത് കൊടുക്കാം. എന്നാൽ ആ സമയത്ത് മോശ പറയുന്നുണ്ട്, ഇവിടെയല്ല ഈ ജനം ആരാധിക്കേണ്ടത്, മരുഭൂമിയിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഇന്നലെ കാലടക്ഷം പറഞ്ഞു ഇങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ പോകേണ്ടത്? ഈജിപ്ത് അടിമത്തത്തിന്റെ സ്ഥലമാ. ഈജിപ്ത് പാപത്തിന്റെ സ്ഥലമാ. ഈ പാപത്തിന്റെ സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ എത്ര ആരാധിച്ചു കഴിഞ്ഞാലും ആ ആരാധനയുണ്ടല്ലോ ദൈവത്തിന് സ്വീകാര്യമായ ആരാധനയായി തീരില്ല. എന്നാൽ പാപത്തിന്റെ വഴി വിട്ടുപേക്ഷിച്ച് അടിമത്തത്തിന്റെ ദേശങ്ങളിൽ നിന്നും അടിമത്തത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും യുവസഹജമായ മോഹങ്ങളിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും ധനമോഹത്തിലും വിട്ടകലുന്നുകൊണ്ട് നീ മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്ക്. ആ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം എന്താ? പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി അവരുടെ ദൈവം അവിടെ കൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ മേഖലയിൽ ഇതുപോലെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ എന്തു ചെയ്താലും അഭിവൃദ്ധി ഇല്ലാത്ത അവസ്ഥ, ജപ്തി നോട്ടീസുകൾ, സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഏതെങ്കിലും പാപത്തിന്റെ ബന്ധനാവസ്ഥയാണെങ്കിൽ അനുതാപ ഹൃദയത്തോടെ കുമ്പസാരിച്ച് ഈ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലേക്ക് വരിക. നീ ദൈവത്തെ ആരാധിക്കുക. നിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന എന്താണെന്നറിയോ? ഈ തമ്പുരാൻ കർത്താവ് നിന്റെ കുടുംബത്തിന്റെ കൂടെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി നടന്നീങ്ങും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ നാം ഇന്നലെ കേൾക്കുകയുണ്ടായി, അവരുടെ ജീവിതത്തിന് മുമ്പിൽ ചെങ്കടലുകൾ വന്നിരിക്കുക. ഈ ചെങ്കടലുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ ദൈവം അത്ഭുതകരമായി ചെങ്കടലെ രണ്ടായി വിഭജിച്ചുകൊണ്ട് അതിന്റെ നടുവിലൂടെ ദൈവം അക്കരയ്ക്ക് നടത്തുകയാണ്. നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിന്റെ വഴിയും അടിമത്തത്തിന്റെ വഴിയും ഓരോ വ്യക്തികളും കുടുംബങ്ങളും വിട്ടുപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ചില പ്രതിസന്ധികൾ വരും, ചില ചെങ്കടലുകൾ വരും. എന്നാൽ നിന്റെ ദൈവം ഉണ്ടല്ലോ ചെങ്കടലിനെ വിഭജിച്ച് അക്കരയ്ക്ക് നടത്താൻ കഴിവുള്ളവരാ. നിന്റെ ദിവ്യക്കാരന്റെ സൗഖ്യനാഥൻ. വിശ്വസിക്കുന്ന മക്കളൊന്ന് വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടുകൂടി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ തിരുവചനം എടുക്കാൻ പോവുക 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം. ഇവിടെ 3 കഥാപാത്രങ്ങളെയാണ് നാം കണ്ടുമുട്ടുന്നത്. ഒന്നാമത്തെ വ്യക്തിയുടെ പേര് പറയും എലീശ പ്രവാചകൻ. രണ്ടാമത്തെ വ്യക്തിയാണ് എലീശ പ്രവാചകന്റെ വലം കൈയായിരുന്ന വ്യക്തിയുടെ പേരാണ് ഗഹസി. എന്താണ്? ഗഹസി. മൂന്നാമത്തെ വ്യക്തിയെ നാം കണ്ടുമുട്ടുകയാണ് സർവ്വസൈന്യാധിപനായ നാമാൻ. ഈ 3 വ്യക്തികളെയാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നത്. എലീശ പ്രവാചകൻ, എലീശ പ്രവാചകന് വലം കൈയായിരുന്ന ഗഹസി, മൂന്നാമത്തെ ആരാണ്? അവിടുത്തെ സർവ്വസൈന്യാധിപനായ നാമാൻ. നമ്മൾ ഈ തിരുവചന ഭാഗം എത്രയോ പ്രാവശ്യം വായിച്ചു കേട്ടിരിക്കുന്നു. എന്നാൽ
ഇന്ന് ഒരു ആത്മീയമായ ഉൾക്കാഴ്ച ഈ തിരുവചന ഭാഗത്ത് നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ കാണുകയാണ്, നാമാൻ എന്ന് പറയുന്ന വ്യക്തി, അവൻ സിറിയയിലെ സർവ്വസൈന്യാധിപനാ. ഈ സർവ്വസൈന്യാധിപനായ അവന്റെ കീഴിൽ ഒരുപാട് പട്ടാളക്കാരുണ്ട്. അവർ യുദ്ധത്തിന് പോകുന്നു. അങ്ങനെ സർവ്വസൈന്യാധിപനായി രാജാവിന്റെ പ്രിയപുത്രനായിട്ടുള്ള പ്രിയഭടനായിട്ടുള്ള ഈ നാമാൻ. പക്ഷേ നാമാൻ ഒരു പ്രശ്നമുണ്ട്. തൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠരോഗം ബാധിച്ചിരിക്കുക. ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. പക്ഷെ ഇദ്ദേഹം ആരാ? രാജാവിന് വളരെ പ്രിയപ്പെട്ട വ്യക്തിയാ. ഇദ്ദേഹം അവിടുത്തെ സർവ്വസൈന്യാധിപന, മിടുക്കനായിട്ടുള്ള വ്യക്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യുദ്ധത്തിൽ ഒരു അടിമപ്പെണ്ണിനെ അവർ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ അടിമപ്പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഈ സർവ്വസൈന്യാധിപനായ നാമാന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചേക്കുക. അവളെ കൊണ്ട് അവിടുത്തെ അടുക്കള ജോലിയൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാ തൻ്റെ യജമാനായ നാമാന്റെ അവസ്ഥ കാണുന്ന, ശരീരം മുഴുവൻ കുഷ്ഠരോഗം, അതിൻ്റെ വേദന, അതിൻ്റെ രോധനവുമായി ഈ സർവ്വസൈന്യാധിപനായ നാമാൻ നടക്കുകയാണ്. ഈ സമയം വേലക്കാരി പെൺകൊച്ചുണ്ടല്ലോ, ആ നാമാനോട് പറയുന്നുണ്ട്, നാമാന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ദേശത്തൊരു ദൈവദൂതനുണ്ട്. ആ ദൈവദൂതന്റെ പേരാ എലീഷ. ഈ എലീഷയുടെ അടുക്കൽ ചെല്ല്. എലീഷ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ കുഷ്ഠരോഗം മാറും. വേലക്കാരി പെൺകൊച്ച, ഈ വേലക്കാരി പെൺകൊച്ച് കേട്ട് പറഞ്ഞ വാക്കും കേട്ട് ഈ സിറിയയിലെ സർവ്വസൈന്യാധിപനായ നാമാനുണ്ടല്ലോ പോകുകയാണ് എലീഷയുടെ അടുക്കിലേക്ക്. അവൻ എങ്ങനെ പോകുന്നത്? സർവ്വസൈന്യാധിപനായതുകൊണ്ട് അവന് ഒരുപാട് പട്ടാളക്കാരൊക്കെ കൂടെയുണ്ട്, സൈന്യാധിപന്മാരൊക്കെ കൂടെയുണ്ട്. അവരൊക്കെ ഒരുമിച്ച് അവർ മുന്നോട്ട് പോകുക. അങ്ങനെ ഇരിക്കുമ്പോൾ എലീഷ പ്രവാചകന്റെ അടുക്കിലെത്തിയ എലീഷ പ്രവാചകൻ ഈ സമയത്ത് അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാ. അവനറിയാം ഇന്ന് തൻ്റെ വീടിന്റെ മുമ്പിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട് എന്ന്. ഈ സമയത്ത് എലീഷ പ്രവാചകൻ എന്താന്ന് ചെയ്തേ? അവൻ പോയി ഈ സർവ്വസൈന്യാധിപനായ നാമാനെ സ്വീകരിക്കാനൊന്നും പോയില്ല. അവനെ വിളിച്ചിരുത്താനൊന്നും പോയില്ല. തൻ്റെ വലങ്കയായ ഗഹസിയെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ആ വന്നിരിക്കുന്ന നാമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയുണ്ടല്ലോ, ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക, അവന്റെ കുഷ്ഠരോഗം സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ദൂരങ്ങൾ താണ്ടി രഥവും കുതിരയും എല്ലാമായിട്ട് നാമാൻ വന്നു കഴിഞ്ഞപ്പോ ഈ ദൈവദൂതൻ പറയുകയാണ്, ദേ അവിടെ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി കുളിക്കുക, നിന്റെ കുഷ്ഠരോഗം സൗഖ്യം പ്രാപിക്കും. ഈ സമയത്ത് നാമാന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നേ. കാരണം ഞാൻ വന്നിട്ടൊന്ന് മുഖം കാണിക്കാൻ പോലും ദൈവദൂതനായി എലീഷ തയ്യാറായില്ല, ആ പ്രവാസകം തയ്യാറായില്ല. എന്നോട് പറയുക, 7 പ്രാവശ്യം പോയി ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിക്കുക. ഈ സർവ്വസൈന്യാധിപനായ സിറിയയിലെ സൈന്യാധിപൻ അവൻ പറഞ്ഞു, ഞാനിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ദേശത്ത് എത്രയോ നദികളുണ്ട്, എത്രയോ കുളങ്ങളുണ്ട്, എത്രയോ പുഴകളുണ്ട്. അവിടെ പോയി കുളിച്ചാ പോരെ, നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ കൂടെ വന്നിരിക്കുന്ന വ്യക്തികളൊക്കെ പറഞ്ഞു, എന്നാലും നമ്മളോട് വലിയ കാര്യമൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. നമ്മളോട് 5 കിലോ സ്വർണം കൊടുക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ 5 കിലോ സ്വർണം കൊടുത്തേനെ. വെള്ളി കൊടുക്കാൻ പറഞ്ഞു, വെള്ളി കൊടുത്തേനെ. പണം ചോദിച്ചായിരുന്നു, പണം കൊടുത്തേനെ. നമ്മളോട് ആകെ ആവശ്യപ്പെട്ടത് എന്താ? ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവചനം കാണാൻ പോവുകയാണ്. ഇതാ 10ാമത്തെ വചനം വായിച്ചു, 5:10. എലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനുശേഷം 14ാമത്തെ വചനം വായിച്ചു. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി, അവൻ സുഖം പ്രാപിച്ചു, ശരീരം ശിശുവിൻ്റേത് പോലെയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നാമാൻ എത്ര കാലായി ശരീരം മുഴുവൻ കുഷ്ഠം ബാധിച്ച് കിടക്കുന്നു. എത്ര സഹിച്ചു, എത്ര അപമാനം അവനുണ്ടായി, എത്ര ശരീരമായി വേദനിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഈ ദൈവദൂതൻ പറഞ്ഞ് അവൻ അനുസരിക്കാൻ തയ്യാറായി. അവൻ പോയി 7 പ്രാവശ്യം
ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ അവന്റെ ശരീരം ശിശുവിൻ്റെതുപോലെയായി. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ നാമാന് വലിയ സന്തോഷമായി. എത്ര കാലമായി, 10-25 വർഷമായി എൻ്റെ ശരീരം കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയിരിക്കുക, എൻ്റെ ശരീരം ശിശുവിൻ്റെതുപോലെയായി. ഈ നാമാൻ വലിയ സന്തോഷമായി. ദൈവദൂതന് സമ്മാനം കൊടുക്കാൻ അവൻ തീരുമാനിച്ചു. എത്രയോ ഡോക്ടർമാരുടെ അടുത്ത് പോയി എത്രയോ പൈസ ഞാൻ ചെലവഴിച്ചു. എന്നാൽ ഈ ദൈവദൂതന്റെ അടുക്കൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അതനുസരിച്ചപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയില്ലേ. അപ്പോൾ നാമാന സംഘം കൂടി വന്നിരിക്കുകയാണ് ദൈവദൂതന് സമ്മാനം കൊടുക്കാൻ വേണ്ടി. നമുക്കൊന്ന് വചനം വായിക്കാം. ദേ ഇങ്ങനെയാണ് 16-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. എലീശ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവാണ്, ഞാനത് സ്വീകരിക്കുകയില്ല. നാമാൻ നിർബന്ധിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാമാന്റെ അടുക്കിലേക്ക് സ്വർണം കൊണ്ടുവന്ന് കൊടുത്തേക്ക്, വെള്ളി കൊണ്ടുവന്ന് കൊടുത്തേക്ക്, പിന്നെ കുറെ പണവും കൊണ്ടുവന്നിട്ട് ഇതെന്താ വേണ്ടെന്ന് വെച്ച് എടുത്തോ. ആ സമയത്ത് ഈ ദൈവദൂതനായി എലീശ പറയുക, എനിക്ക് എൻ്റെ ദൈവം മാത്രം മതി, ആ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ, എനിക്ക് ഈ സാധനങ്ങളൊന്നും വേണ്ട, കൊണ്ടുവെക്കോ. ഈ സമയത്താണ് പ്രിയപ്പെട്ടവരെ നാമാന്റെ വലങ്കൈ ആയിരുന്ന എലീശയുടെ വലങ്കൈ ആയ വ്യക്തിയുടെ പേരെന്താ? ഗഹസി. ഗഹസിയുടെ തലയിൽ ഒരു ലഡ്ഡു പൊട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവദൂതനായ എലീശായ്ക്ക് ഭാര്യയില്ല, മക്കളില്ല, പിള്ളേരൊന്നും കെട്ടിച്ചുകൊണ്ട കാര്യമില്ല. എൻ്റെ അവസ്ഥ എന്താ? എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒരുപാട് പ്രാരാബ്ധമുണ്ട്. ഈ നാമാൻ പോയി കഴിഞ്ഞപ്പോ, സർവ്വസൈന്യാധിപൻ പോയി കഴിഞ്ഞപ്പോ ഇവനെന്താ ചെയ്തെന്നറിയോ? അവിടെ നിന്നിറങ്ങി ഓടിയാണ്. ഈ എലീശ പ്രവാചകൻ അറിയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അതിനുശേഷം വഴി വെച്ച് ഈ നാമാനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ കുറച്ച് കുശലാന്വേഷണമൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് സ്വർണം, കുറച്ച് വെള്ളി, കുറച്ച് സ്വർണം, ഇതേ കുറച്ച് പണമൊക്കെ അവൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുക. ഇത് കൊണ്ടുപോയി അവന്റെ കുടുംബത്തിൽ കൊണ്ടുപോയി വെച്ചേക്കുക. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ വീണ്ടും ഈ ദൈവദൂതന്റെ അടുക്കിലേക്ക്, എലീശയുടെ അടുക്കിലേക്ക് ഗഹസി വന്നിരിക്കുക. ഈ ഗഹസി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇതാ 1:25 മുതലുള്ള തിരുവചനം വായിച്ചു. അവൻ അകത്ത് തന്റെ മുമ്പിൽ വന്നപ്പോൾ എലീശ ചോദിച്ചു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ സ്വർണം, വെള്ളി, സാധനങ്ങളൊക്കെ, സമ്പത്തൊക്കെ കുറച്ച് മേടിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടെ വന്നപ്പോ എലീശ പ്രവാചകൻ ദൈവദൂതൻ ചോദിച്ചു. എന്താ ചോദിച്ചേ? ഗഹസി, നീ എവിടെയായിരുന്നു? ഗഹസി, നീ എവിടെയായിരുന്നു? നീ എവിടെ പോയേക്കായിരുന്നു? ഉത്തരയില്ല. രണ്ടാമത്തെ, അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. എന്നാൽ എലീശ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസീദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. കണ്ടോ പ്രിയവിടെ, നീ നാമാന്റെ മുമ്പിൽ കൈ നീട്ടിയപ്പോൾ നിനക്കറിയില്ലേ എൻ്റെ മേൽ വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്? ഈ അർഹതപ്പെട്ടതൊക്കെ നീ പോയി മേടിക്കാൻ പോയില്ലേ? നിനക്കറിയില്ലേ എൻ്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ വന്നു എന്ന്? അർഹതപ്പെടാത്ത പണം നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് എന്താണ് ഇനി നിനക്ക് സംഭവിക്കാൻ പോകുന്നത്? ഇതാ നമ്മൾ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ജീവിതത്തിൽ പാപം ചെയ്യില്ല മക്കളെ. അർഹതപ്പെടാത്തത് നീ ഇത് സ്വന്തമാക്കിയപ്പോൾ നിന്റെ കുടുംബത്തിൽ എന്താ സംഭവിച്ചെന്ന് 27-ാമത്തെ വചനത്തിൽ നമുക്ക് വായിച്ച് കേൾക്കാം. നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും. അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് എലീശയുടെ സന്നിധി വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർഹതപ്പെടാത്ത അവൻ നേടിയെടുത്തപ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞു, ഇതാ നാമാന്റെ കുഷ്ഠം ഉണ്ടല്ലോ, നിനക്കും നിന്റെ കുടുംബത്തിന്റെ സന്തതികൾക്കും ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവന്റെ ശരീരം മുഴുവൻ കുഷ്ഠം കൊണ്ട് നിറഞ്ഞു. കണ്ടോ പ്രിയപ്പെട്ടവരെ, നീ തിരിച്ചറിഞ്ഞു, അർഹതപ്പെടാത്ത പണമുണ്ടല്ലോ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് കുഷ്ഠ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അർഹതപ്പെടാത്ത പണം നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞു,
അത് കുഷ്ഠ. വചനം കേട്ടില്ലേ? ഇതാ എന്താണോ നാമാന് സംഭവിച്ച് നാമാന്റെ ശരീരത്തിൽ ബാധിച്ച ആ കുഷ്ഠം ഉണ്ടല്ലോ, നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറയിലേക്കുമായി ഇതാ വ്യാപരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഒരു ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ കാണാൻ വേണ്ടി വന്നതാ. അവന്റെ കൊച്ചിനെ കുറിച്ചുള്ള അവന്റെ സങ്കട. കൊച്ചു പഠിക്കുന്നില്ല, അതുപോലെ തന്നെ അവന്റെ കൊച്ച് ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങി വീഴുക. എന്നാൽ ഇവൻ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ ഞാൻ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാ. എന്നാൽ അവന്റെ അടുക്കൽ വന്ന് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവൻ കാനഡയിലെ ഒരു വൈദികന്റെ കൂടെ ദൈവരാജ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ചെന്നിരിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ തരത്തിന് ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇവൻ പലതും പറഞ്ഞ് എൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവരാജ് ശുശ്രൂഷയെ നിങ്ങൾ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പിന്നീട് എല്ലാ മാസവും 10,000 രൂപ വെച്ച് ആ വ്യക്തിയുടെ നിന്ന് വാങ്ങാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 3 വർഷം കഴിഞ്ഞപ്പോൾ അവൻ സങ്കടത്തോടുകൂടെ വന്നിരിക്കുക. അച്ഛാ, എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത ഞാൻ സങ്കടപ്പെടുന്ന ഈ കുഞ്ഞ് ഇതാ ഇടയ്ക്കിടയ്ക്ക് തലയിറങ്ങി വീണുകൊണ്ടിരിക്കുക, പഠിക്കുന്നില്ല. ഇതേപോലെ തന്നെ എത്രയോ കുടുംബങ്ങളില ഇതുപോലെ തന്നെ അന്വർത്ഥങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നീതിരഹിതമായ സമ്പത്ത് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ, നിന്റെ കുടുംബത്തിലേക്ക് കുഷ്ഠമാ നീ വിളിച്ചു വരുത്തുന്നേ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ജീവിതാന്തസ്സുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, ദൈവത്തിന് നിരക്കാത്ത നിന്റെ കുടുംബത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിന്റെ കുടുംബം മാത്രമല്ല, തലമുറകൾ തന്നെ നശിച്ചു പോകും. ദൈവത്തെ മറന്ന് നീ ജീവിക്കുമ്പോ ഏത് ജീവാന്തസ്സുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, വൈദികനായിക്കൊള്ളട്ടെ, സന്യസ്തനായിക്കൊള്ളട്ടെ, ഡോക്ടർ ആയിക്കൊള്ളട്ടെ, നേഴ്സ് ആയിക്കൊള്ളട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, അധ്യാപകനായിക്കൊള്ളട്ടെ, വക്കീലായിക്കൊള്ളട്ടെ, എന്നാൽ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ആ മേഖലകളിൽ അപകടം വിളിച്ചു വരുത്തരുത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാര് നമുക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന 2 സമയത്താ. ഒന്നാമത് പറയുക, പാവപ്പെട്ടവർ, വിധവകൾ, അനാഥർ, അംഗവൈകല്യമുള്ളവർ ഇവരെ പീഡിപ്പിക്കുമ്പോൾ. 2, വേലക്കാരെ പീഡിപ്പിക്കുമ്പോൾ. ഇന്ന് നമ്മൾ ഒരുപക്ഷെ സംഭാവന ചെയ്യുന്നുണ്ട്, ദേവാലയത്തിൽ കൊണ്ടുപോയി നേർച്ചപ്പെട്ടിയിൽ 500 രൂപ ഇടുന്നുണ്ട്, 5000 രൂപ ഇടുന്നുണ്ട്. പക്ഷെ നിന്റെ കുടുംബത്തിലെ ജോലിക്കാരില്ലേ, ആ ജീവനക്കാരെ അവന്റെ കയ്യിൽ നിന്ന് നീ 500, 100, 200, 300 ഒക്കെ ഇതാ മാറ്റി വെപ്പിച്ചിട്ട് നീ കൊണ്ടുപോയി 5000 കൊണ്ടുപോയി ദേവാലയ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ടാൽ അവന്റെ കണ്ണുനീര് വീണതാ നീയൊക്കെ ഉണ്ണുന്ന ചോറ് എന്ന് നീ തിരിച്ചറിഞ്ഞു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഇതുപോലെ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുക, കൊള്ളലാഭം വേണ്ട മക്കളെ. നീ കൊള്ളലാഭം നേടി നീ സന്തോഷിക്കുന്നുണ്ടാവാം. അനർത്ഥം എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ വിഷമിക്കുന്നുണ്ടാവാം, അവന്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെടുന്നുണ്ടാവാം. നീ തിരിച്ചറിഞ്ഞു, നീ കൊള്ളലാഭം നേടിയത് ആ കുടുംബത്തിന്റെ കണ്ണുനീരിന്റെ വിലയാ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂദാസിന്റെ കയ്യിലേക്ക് പണം കൊടുത്തുകൊണ്ട് യേശു പറഞ്ഞ 2 കാര്യങ്ങളാ. ഒന്ന്, ആവശ്യമുള്ളവന് വാങ്ങിക്കൊടുക്കുക. 2ാമത്തെ കാര്യമാണ് ആവശ്യമുള്ളത് വാങ്ങിക്കുക. 2ാമത്തെ കാര്യമാണ് പാവപ്പെട്ടവരെ നീ സഹായിക്കാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, ഒരു വീടിനുള്ള സാധനമാണ് നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ വീടിനകത്ത് കൂട്ടിവെച്ചിരിക്കുന്ന 2 വീടുള്ള സാധനങ്ങളാ. നിനക്ക് 10 വസ്ത്രം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എണ്ണം നിനക്ക് അർഹതപ്പെട്ടുള്ളൂ. 5 എണ്ണം ആരുടെയാ? പാവപ്പെട്ടവന്റെയാണ് എന്ന് നീ തിരിച്ചറിഞ്ഞു. വിശുദ്ധ ബേസിൽ പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ അപ്പക്കഷ്ണങ്ങൾ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവർ ആരുടെയോ അവൻ പട്ടിണിക്ക് കിടക്കുക. ഈ ബോധ്യം ഉണ്ടാവണം. നിന്റെ ഭവനത്തിൽ അപ്പക്കഷ്ണങ്ങൾ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ഏതോ ഒരു വ്യക്തിയുടെ അവൻ പട്ടിണിക്ക് കിടക്കുക. ഇന്ന് നീ വലിയ വീട് പണിയുന്നുണ്ട് 50 ലക്ഷത്തിന്റെ, എന്നാൽ നിന്റെ വീടിന്റെ മുമ്പിൽ 10,000 കൊടുത്താൽ മതി, ഒരു കുടുംബം രക്ഷപ്പെടും. നീ കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ കുടുംബത്തിൽ നീ വിവാഹം ആർഭാടമായി നടത്തുന്നുണ്ട്, ഒരു പ്ലേറ്റ് 2000 രൂപയാ. എന്നാൽ നീ ഒന്ന് ഓർത്ത് നോക്കുക, എത്രയോ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പറ്റാതെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. പ്രിയപ്പെട്ട മക്കളെ,
ദൈവാനുഗ്രഹം വേണോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അർഹതയില്ലാത്ത പണം നമ്മുടെ കുടുംബത്തിലേക്ക് വരരുത്. 2, ദൈവത്തെ മറന്നും ദൈവിക കാര്യങ്ങളെ മറന്നും നമ്മളൊന്നും ഉണ്ടാക്കരുത്. കണ്ണുകളടച്ചോ. നിലവിളി കേൾക്കുന്ന ദൈവത്തിന് മുമ്പിലാണ്. നമ്മുടെ ജീവിതങ്ങളിൽ തെറ്റുകളും കുറവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. ഒരു തുള്ളി കണ്ണീരെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒഴുകട്ടെ. ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും നിന്റെ കുടുംബത്തിൽ വന്നിട്ടുണ്ടോ? ദൈവത്തെ മറന്ന് നീ പണത്തിന് പിന്നാലെ പോയിട്ടുണ്ടോ? ദൈവിക കാര്യം മറന്നും പണത്തിന് പിന്നാലെ നീ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ തടസ്സങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. കർത്താവിന്റെ സന്നിധിയിലേക്ക് 2 കരങ്ങൾ അങ്ങോട്ട് ഉയർത്തി അനുതാപ ഹൃദയത്തോടുകൂടെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, നമ്മുടെ സാമ്പത്തികമായ മേഖലകളെ പോക്കുകളെ, എന്ത് സമ്പാദിച്ചാലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥ, കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ, സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥകള്, എല്ലാ അവസ്ഥകളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കോ മക്കളെ. അധരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. നിന്റെ കുടുംബത്തിലെ ബ്ലോക്ക് കർത്താവ് എടുത്തു മാറ്റും. അനുതാപ ഹൃദയത്തോടുകൂടെ കർത്താവിനെ വിളിച്ചാൽ മതി. കർത്താവേ, ഞങ്ങൾ ഇതാ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഇന്ന് അനേകം മക്കളുടെ കുടുംബങ്ങൾ, ജീവിതങ്ങൾ കണ്ണുനീരിൽ മുങ്ങിയതാണെങ്കിൽ കർത്താവിന്റെ പക്കലേക്ക് കാഴ്ചയായിട്ട് സമർപ്പിക്കാം.